നവാസ് വിൻസ് ടിവിയെ വിളിച്ചിട്ട് ലിയാഖത്ത് സംസാരിച്ച ഒരു സംസാരം അതിപ്പോൾ ഞാൻ കേൾക്കാനിടേ. അപ്പോൾ അതിനകത്ത് എനിക്കൊരു കാര്യം പറഞ്ഞ ഒരു ക്ലാരിറ്റി, ഐ മീൻ എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ക്ലാരിറ്റി. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുണ്ടാമണ്ടി ഫലം എന്ന് പറയും. ചിലരുടെ അടുത്ത് സംസാരിക്കാൻ കൊള്ളത്തില്ല. അതായത് കൾച്ചറലെസ് ഇഡിയേറ്റ് ആയ ഒരുത്തൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊരു പ്രയോജനവും ഇല്ല. അത്രയും കൾച്ചർ ഇല്ലാത്ത ഒരുത്തനാണത്. തേർഡ് റേറ്റ് ക്രിമിനലാണ്. അവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ പൈസ തട്ടിപ്പറിച്ച് കയ്യിൽ വെച്ചിട്ട് അതെനിക്ക് അവകാശപ്പെട്ടേണെന്ന് പറയുമ്പം ആസ് യൂഷ്വൽ ഐ വിൽ റിപ്പീറ്റ് ദ സെയിം തിങ്. അവൻ്റെ ഉമ്മയുടെയോ അവൻ്റെ മകളുടെയോ മഹറായിരിക്കും അത്. പിന്നെ അവൻ്റെ കൂടെ നടക്കുന്ന കൊത്തലച്ചി 24 മണിക്കൂറും മുഴപ്പുകൾ, ശരീരത്തിലെ പല മുഴപ്പുകളും കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്തിടുന്നത് പലർക്കും രോമാഞ്ചം ഉണ്ടാക്കാനാണ്. ആ രോമാഞ്ചിഫിക്കേഷനാണ് നമ്മൾ കാണുന്നത്. അത് എന്നെ കാണുമ്പോൾ നവാസ്ക്കാക്ക് തോന്നുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞെടുത്ത് അതിൻ്റെ മറുപടി ഇതേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. സ്വന്തം ഭാര്യ നാട്ടുകാരെ കാണിച്ച് രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കി അതിൽ കിട്ടുന്ന പണം തിന്നുന്നവനിക്ക് ബാക്കിയുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണെന്ന് തോന്നും. ബാക്കിയുള്ളവരെ പറ്റി ആരെങ്കിലും പുകഴ്ത്തോ ഒറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്വാഭാവികമാണ്. അത് സ്വന്തം ഭാര്യയ്ക്ക് കിട്ടുന്ന പുകഴ്ത്തൽ ആ രീതിയിലാണ്. കാരണം അവൾക്ക് പ്രത്യേകിച്ച് ക്യാരക്ടറില്ല, നിനക്കും ഇല്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങോട്ട് കാണാൻ പടം പഠിച്ചിട്ട്. ഇതിനകത്ത് രണ്ടാമതൊരു കാര്യം നവാസ് ഇക്ക പറഞ്ഞത് എനിക്ക് ചിരി വന്നെന്ന് പറഞ്ഞാൽ നിൻ്റെ അത്ര പാണ്ഡിത്യമില്ലെന്ന്. എൻ്റെ പൊന്നു നവാസിക്ക, ഇവൻ വെറും ഊളയാണ്. ഇവനെ UA ടീം ഒരു 100 വട്ടം വിളിച്ചിട്ടുണ്ട് സംവാദത്തിന്. ഇവൻ ഉഴപ്പി പല രീതിയിൽ പോയിട്ടുണ്ട്. തെറി വിളിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പം UA ടീം ഇന്നലെ മെനങ്ങാൻ നോക്കുക അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവൻ പോകത്തില്ല, അവൻ സംവാദത്തിന് പോകത്തില്ല. ഈ സ്കിപ്പ് ചെയ്തെന്ന് പറയുന്നത് ഇവൻ പറയണതൊക്കെ ന്യായം, ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ അന്യായമാണ്. ഇനി ഒരു കാര്യം, ടൗൺ ഹാളിലേക്ക് ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു. ആ ടൗൺ ഹാളിൽ ഇവനല്ലാതെ ആ പ്രോഗ്രാം നടത്തുന്നവർ എത്ര പേരുണ്ട്? ഒരാൾ സംസാരിക്കാൻ വിളിച്ചോ? ഞാൻ കായും പായും ചേർത്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതൊക്കെ അവൻ്റെ ഉമ്മായ നാട്ടുകാർ വിളിക്കുന്നുണ്ട്. അവൻ്റെ ഉമ്മ അത്രത്തോളം ഒരു പടക്ക കേസായതുകൊണ്ട് നാട്ടുകാർ അവൻ്റെ ഉമ്മയെ വിളിക്കുന്നുണ്ട്. ഞാനവിടെ കായും പായും മൂയോ ഒന്നും വിളിച്ചിട്ടുണ്ടല്ലേ. എന്നെ വന്ന് മോശം അതിൽ 1-2 ഞാൻ പിന്നീടാണ് കേട്ടത്. അതിന് ഉള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കേട്ടിരുന്നെങ്കിൽ ശരിക്കും മറുപടിയും കൊടുക്കുമായിരുന്നു. അതായത് ഓപ്പോസിറ്റ് ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് ഒരു പരിഗണന അതൊന്നും ഇവർ കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മൈക്കിൽ കിടന്ന് അലറുകയാണ് ചെയ്തത്. ഒരു രീതിയിലും ധാർമ്മികത ഇല്ലാത്ത ഒരു വൃത്തികെട്ടവനാണ് അവനെന്ന് തെളിയിക്കാൻ എനിക്ക് ഉപകരിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അത് ജബ്ബാറായാലും ഇവനായിരുന്നാലും. ഇവനെ ചൂമ്പി നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വം ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഇവൻ ഇന്നവരെ ഒരാളെയും സംരക്ഷിച്ചതായോ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്ത സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ടൊന്ന് കാണിക്കാമോ? ഒന്നുമില്ല. പക്ഷേ ഇവൻ മോഷ്ടിച്ചതായിട്ട് ഒരുപാട് എവിഡൻസ് എനിക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, അബ്ദുൽ ഖാദർ വിഷയത്തിൽ അവൻ്റെ ഭാര്യയ്ക്ക് 1 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാൻ പോയെടുത്ത് ആ പൈസ ചൂണ്ടിയിട്ടുണ്ട്. ഞാനത് കൃത്യമായി കയ്യോടെ പൊക്കി. അബ്ദുൽ ഖാദറിൻ്റെ ഫൈൻ എമൗണ്ട് സ്വരൂകൂട്ടാന്ന് പറഞ്ഞാൽ ആ ഫൈൻ എമൗണ്ട് ആളുകളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ട് പയ്യെ അബ്ദുൽ ഖാദർ ഇറങ്ങാത്തൊരു സാഹചര്യം വരുമ്പോൾ അവനെ ഇറക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഈ ഫൈൻ എമൗണ്ട് ചൂണ്ടിയെടുക്കാമെന്നൊരു ശ്രമം അവൻ നടത്തിയിരുന്നു. ഞാൻ അപ്പോഴും മിണ്ടാൻ പോയില്ല. രണ്ടാമത്തെ ഈ 2 സാധനങ്ങളും നമ്മളാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി മൂന്നാമത്തതാണ് ഈ വരുന്ന 5 ലക്ഷം രൂപ. ഇവൻ മോഷ്ടിച്ചു എന്ന് ഇവൻ്റെ സ്വന്തം സഹോദരൻ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാണ് വേണ്ടത്? നമുക്ക് വീട്ടിലൊക്കെ ചില അലച്ചൻ്റെ വിഷമങ്ങളും ഒക്കെ ഉണ്ട്, നമ്മൾ സഹോദരങ്ങളുമായിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇത്ര രൂപ മോഷ്ടിച്ചു എന്ന് ഒരു സഹോദരനും വന്ന് പറയത്തില്ല. കാരണം അതില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അപ്പം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ മോഷണം നടത്തിയ ഒരു വ്യക്തി എന്ത് ധാർമ്മികത പുറത്തേക്ക് കൊണ്ട് കൊടുക്കുന്നതാണ് പിന്നെ വിചാരിച്ചിട്ടുള്ളത് നവാസ്ക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനോടൊന്നും സംസാരിക്കാൻ വേണ്ട. അവൻ്റെ ആദ്യത്തെ സംസാരം തന്നെ ഉണ്ടോ, നിങ്ങളെൻ്റെ കാല് പിടിച്ചവനല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ നവാസ്ക്ക, ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ ഓപ്പൺ ആയിട്ട് പറയണം, ആ ചാനലും കളഞ്ഞേക്കുക, പകരം പുതിയൊരു ചാനൽ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ ഡബിളായിട്ട് കയറി വരും. അവൻ്റെയൊക്കെ ഔദാര്യത്തിൽ ചാനൽ വെച്ചിരിക്കുന്നത് മഹാമോശമാണ്. അതിനേക്കാൾ ഭേദം അത് നിങ്ങൾ ചിലരാണ് ഇവനെയൊക്കെ വളർത്തുന്നത്. അല്ലെങ്കിൽ ഇത്തരം വർത്തമാനം അവൻ പറയുമ്പോൾ വീട്ടിൽ കയറി പൊട്ടിക്കുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ഇവനെ 2 പൊട്ടിക്കാൻ നിങ്ങൾക്കിടയിൽ ആളില്ലാത്തതിൻ്റെ അറാമ്പുറപ്പാണ് അവൻ കാണിക്കുന്നത്. അവൻ വസ്തുനിഷ്ഠമായി വിമർശിച്ചെന്ന്. എന്ത് വിമർശനമാണ് നവാസ്ക്ക നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി വേണ്ടത്? വിമർശിക്കാൻ മാത്രം ഇസ്ലാമിൽ എന്ത് വാഴയാണുള്ളത്? എന്താണ് ഇസ്ലാം വിമർശിക്കപ്പെടേണ്ടത്? എന്തെങ്കിലും ഉണ്ടോ? എന്ത് രീതിയിലാണ് ഇസ്ലാം പ്രോബ്ലമാറ്റിക് എന്ന് പറഞ്ഞു തരാമോ? എന്താണ് അതിനകത്തുള്ള ഗോത്രീയത എന്ന് പറഞ്ഞു തരാമോ? എൻ്റെ ഒരു അറിവിൽ കുഞ്ഞുങ്ങളെ സർക്കംസേഷൻ ആ ഒരൊറ്റ വിഷയം മാത്രമേ എനിക്ക് അതിനകത്ത് ഗോത്രീയത ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്താണ് അതിനകത്ത് ഗോത്രം? എന്താണ് അതിനകത്തുള്ള ഒരു പ്രശ്നം? മിക്കവാറും ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനം 2 കല്യാണം കഴിക്കുക എന്നുള്ളത്. അത് ആദ്യത്തെ ഭാര്യയുടെ സമ്മതം വേണമെന്നുള്ളത് നിഷ്ഠയാണ്. ലോകത്തൊരു പെണ്ണും തൻ്റെ ഭർത്താവിനെ മറ്റൊരാളെ വേണ്ടി പങ്കുവയ്ക്കത്തില്ല. അതിനകത്ത് തന്നെ ഇസ്ലാമിൻ്റെ പ്രിയോറിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി അവിടെയുണ്ട്. എന്താണ് ഇവൻ ഇരുന്ന് വിമർശിക്കേണ്ട ആവശ്യം ഇന്നത്തെ ഇസ്ലാമിനുണ്ടോ? ഇവൻ പണ്ഡിതനോ? ഇവൻ ആര്? എന്ത് എഡ്യൂക്കേഷൻ അവനിക്ക്? ഇവനെ ആരതാണ് അവൻ്റെ വിചാരം? ഇവൊരു വ്യക്തിയാണെന്ന രീതിയിൽ പോലും ഒരു പരാജയമാണ്, പൂർണ്ണ പരാജയം. അങ്ങനെയുള്ള ഒരുത്തൻ കായും പായും മൂയും. നിങ്ങൾ എത്ര പേര് കേട്ടു
ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. അവിടെ കായും പായും മൂയും പറയുന്നു. എവിടെ പറയുന്നു? ഞാനങ്ങനെ പറഞ്ഞോ? അതായത് ഒരു സ്ത്രീയെ തെറി വിളിക്കുന്നവളെന്ന് പറഞ്ഞങ്ങ് അടിച്ചിരുത്തുമ്പോൾ തട്ടിപ്പ് വീരനും കള്ളനും കൊള്ളക്കാരനും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ജബ്ബാറിന് ഞാൻ ഉന്നയിച്ച ഒരു കാര്യം, കാമപ്രാന്ത്. ആ കാമപ്രാന്തി 1.5 മാസം അവൻ്റെ പെണ്ണുമ്പള മാറിക്കിടന്നത് അല്ല എന്ന് അവൻ്റെ പെണ്ണുമ്പളെ കൊണ്ടൊന്ന് പറയിക്ക്, ഞാൻ മിണ്ടാതിരിക്കാം. എനിക്കറിയാവുന്ന കാര്യമല്ലേ, വിത്ത് തെളിവ് ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. 2, ഇവനെ പറ്റി പറഞ്ഞത്, ഈ തട്ടിപ്പുകളിൽ ഞാൻ നേരിട്ടറിഞ്ഞ 3 തട്ടിപ്പാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത്. 1, അബ്ദുൽ ഖാദർ വിഷയത്തിൽ അവൻ്റെ പെണ്ണുമ്പിളയ്ക്ക് കൊണ്ട് കൊടുത്തത്. ഞാൻ മാത്രമല്ല, എത്രയോ ആയിരക്കണക്കിന് ക്ലബ് ഹൗസ് മെമ്പേഴ്സ് ഇത് കണ്ടതാണ്, വിറ്റ്നസ് ആയതാണ്. 2ാമത്തെ കാര്യം, അവൻ്റെ സ്വന്തം സഹോദരൻ ക്ലബ് ഹൗസിൽ ഒന്ന് പറഞ്ഞാണ് ഇവൻ തട്ടിപ്പുകാരനാണെന്ന്, ചിട്ടി പൈസയും കൊണ്ട് മുങ്ങിയവനാണെന്നും സ്വന്തം സഹോദരൻ 5 ലക്ഷം രൂപ കട്ടുവെന്നും ഇവൻ തന്നെ വിരോധാഭാസം പറയുന്ന സാധനം ഞങ്ങൾ പബ്ലിക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. 3ാമത്തത്, ഈ മനുഷ്യൻ്റെ 5 ലക്ഷം രൂപ. നിങ്ങൾ എത്ര തിരിച്ചു നിരച്ച് പറഞ്ഞാലും ലിയാഖത്ത് അലിയോ അസീസിനെയോ എടുത്തു വെച്ച്, അസീസ് ഉസ്താദിനെയോ എടുത്തു വെച്ച് നോക്കുമ്പോൾ പ്യുവർ ജമ്മാണ് ആ മനുഷ്യൻ. പ്യുവറായിട്ടൊരു ഇസ്ലാം മതവിശ്വാസി എന്താകണമോ അതാണ് ആ മനുഷ്യൻ. പ്യുവർ. ഒരു വസ്തു അദ്ദേഹം നീക്കി പറയത്തില്ല, കളവ് പറയത്തില്ല, കൂടെ നിൽക്കുന്നവരെ തള്ളി പറയത്തില്ല. ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. ആ കുടുംബം പോലും അതാണ്. വളരെ അതാണ് യഥാർത്ഥത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ ഇത്ര കാലത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ഇസ്ലാം കുടുംബം എന്തെന്ന് വെച്ചാൽ അത് അസീസ് ഉസ്താദിൻ്റെ കുടുംബമെന്ന് പറയും. അത്ര അച്ചടക്കം, അത്ര മര്യാദ, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളെ പഠിപ്പിച്ച് മരുമകളും പഠിച്ച് ജോലിക്ക് പോകുന്നു. യഥാർത്ഥ ഇസ്ലാം കുടുംബം അതാണെന്ന് ഞാൻ പറയും. ആ മനുഷ്യൻ നുണ പറയുമെന്ന് ഇവൻ പറയുമ്പോൾ ഇവനെ ഇത് കേൾക്കാൻ പോലും നിങ്ങൾ ചെവിയോർത്ത് നിൽക്കുന്നതാണെപ്പം ഐ ഫീൽ പിറ്റി. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. പിന്നെ എൻ്റെ ഇതെടുത്ത് വെച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായി എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് പറയുന്നതാണ്. പെങ്ങളെന്നല്ല നിങ്ങൾ എന്നെ വിളിച്ചിട്ടുമില്ല. ഇതുവരെയും അങ്ങനെ ഒരു സംസാരം നമുക്കിടയിൽ ഇല്ലേം താനും. പക്ഷേ അവൻ അത് കണ്ടത് എങ്ങനെയാണ്? അതാണ് യുക്തിവാദിയും ഒരു ഭക്തിവാദിയും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചുറ്റും നിൽക്കുന്നവരെ കണ്ടാൽ പെങ്ങളായിട്ടൊക്കെ തോന്നുള്ളൂ. അവന് രോമം കത്തും. എവിടെയൊക്കെയുള്ള രോമം എഴുന്നേക്കിയിരിക്കും. അങ്ങനെയുള്ളവൻ സ്വന്തം ഭാര്യയുടെ തഴപ്പും മുഴപ്പും കാണിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? അവളെന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അവളെ പോയി കൊത്തലച്ചിയെ കൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? അതാണ് ഈ ഒരു വ്യക്തിത്വവും ഇല്ലാത്ത, യാതൊരു രീതിയിലുള്ള മാനേഴ്സും ഇല്ലാത്ത, സ്ത്രീകളെ ഏറ്റവും മോശമായി അവഹേളിക്കുന്ന യുക്തിവാദികളെ പൊതുസമൂഹത്തിന് തുറന്നു കാണിക്കാൻ ഞാൻ ഉപകരിച്ചു എന്നത് മാത്രമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവർ പറയുന്ന കണക്ക് ഇസ്ലാമിയരല്ല പ്രശ്നം, ഇവറ്റോളാണ്. നിങ്ങൾ കമൻസ് നോക്ക്. നാളിതുവരെ ഇത്രയും ദിവസവും ഒരു കമൻറ്റ് പോലും ഇതുപോലെ മോശമായിട്ട് മുസ്ലിം കൊണ്ടുവന്നിട്ടിട്ടില്ല. ഞാനത് പലപ്പോഴും പറയുന്ന കാര്യമുള്ളൂ. ഒരു ഇസ്ലാമും പെണ്ണുങ്ങൾ അവഹേളിക്കാൻ നിൽക്കത്തില്ല. അങ്ങനെ അവഹേളിച്ചൊരുത്തൻ വർത്തമാനം പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ ഇസ്ലാം അല്ല. അപ്പോൾ ഇസ്ലാമിൽ അല്ലാത്തവർക്ക് മാത്രമേ സ്ത്രീകളെ ഇതുപോലെ അവഹേളിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ വ്യക്തി എത്രത്തോളം മ്ലേച്ഛനാണെന്നുള്ളത് അതിനകത്ത് തെളിവാണ്. ഞാൻ ഇവ ഇരുന്നുകൊണ്ട് വിമർശിച്ചിട്ട് ഇസ്ലാമിന് എന്തോ ഒരു ഭയങ്കര സംഭവം കൊണ്ട് ഇവൻ വിമർശിച്ചാൽ ഇവൻ വിമർശിച്ചില്ലെങ്കിൽ ഒരു മലരുമില്ല. ഇവൻ കുറേ പേരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ കുറേ പേരിലേക്ക് ഞാൻ കൃത്യമായിട്ട് വരുന്നുണ്ട്. ഒരു വിഷയത്തിൽ ഞാൻ ഇറങ്ങിയാൽ വിട്ടുപോകുന്ന പരിപാടി എനിക്കില്ല. ആ കൃത്യതയോടുകൂടി അത് കൃത്യമായി ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടേ ഞാൻ മാറുള്ളൂ എന്ന് വാക്കാണ്. അതെൻ്റെ വാക്കാണ്, എൻ്റെ പ്രോമിസാണ്. എനിക്ക് അതിനകത്ത് ആരുടെയും സപ്പോർട്ട് വേണ്ട. പൊതുസമൂഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇസ്ലാം സംഘടനകൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും എൻ്റെ വിഷയമല്ല. എനിക്കറിയാലോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. കൃത്യമായി ഈ പൈസ നീ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കും. നിന്നെ കൊണ്ടത് ഞാൻ കൊടുപ്പിക്കും. അത് എൻ്റെ വാക്കാണത്. ആ മനുഷ്യന് ഞാൻ കൊടുത്ത വാക്കാണത്. അത് ഞാൻ സാധിച്ചിട്ടേ മാറുള്ളൂ. നീ എന്ത് പേക്കൂത്ത് കാണിച്ചാലും, നീ എന്ത് ഡാൻസ് കളിച്ചാലും, നിൻ്റെ പ്രോഗ്രാം കുത്തിപ്പൊളിക്കാൻ വന്ന ഒരു സ്ത്രീയുടെ അടുത്ത് നീ പോലീസിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇവൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. പ്രോഗ്രാം വന്നപ്പോഴത്തേക്ക് അവൻ്റെ പ്രോഗ്രാം നാശമാക്കാൻ വന്നവരെ അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. നിൻ്റെ പ്രോഗ്രാം നാശമാക്കാൻ വന്നവൾ തന്നെയാണ് ഞാൻ. പോലീസ് ഉണ്ടല്ലടാ, പിന്നെന്തിനാടാ എല്ലാവരും കൂടെ അടിക്കാൻ കയറിയത്? കാല് സ്വാധീനമില്ലാത്ത സ്റ്റിക്കും കൊണ്ടുവന്നൊരു സ്ത്രീ അടിക്കാൻ കയറുന്ന നിൻ്റെയൊക്കെ യുക്തിവാദം, അതിനകത്തുള്ള ആ കുയുക്തി, അത് തന്നെയാണ് എനിക്ക് പബ്ലിക്കിന് കാണിക്കാനുണ്ടായിരുന്നത്. നിനക്കൊക്കെ പെണ്ണുങ്ങളോടുള്ള വാല്യൂ എന്താണെന്നും വയ്യാത്ത വികാലാംഗയായ ഒരു സ്ത്രീയോട് നീയൊക്കെ കാണിക്കുന്ന ഈ സഹതാപം എന്താണെന്നും പൊതുസമൂഹം അറിയണം. ഇനി നീയൊക്കെ ഒരിടത്തും മാനവികതയും പറഞ്ഞു വരരുതെന്നതാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾക്ക് വേണ്ടി ജബ്ബാർ നീ സംസാരിക്കുന്നത് ഞാൻ കാണരുത്. ജബ്ബാറെ നീ എവിടെ സംസാരിച്ചാലും ഷെഫീൻ അവിടെ ഉണ്ടാവും. നീ ഇനി സ്ത്രീകൾക്ക് വേണ്ടി മിണ്ടിപ്പോരുത്. നിൻ്റെ അണ്ണാക്കിൽ ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. അമ്മാതിരി തെണ്ടിയാണ് നീ. ഒരു വാക്ക് അവരെന്താ പറയാനുള്ള അവർ പറഞ്ഞോട്ടെ, അവർ പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് നീ വിചാരിച്ചില്ല. നീ സൗണ്ട് കുറച്ചുകൂടെ സ്പീഡിൽ ലൗഡിലിട്ട് എടാ തിണ്ണമെടുക്ക് കാണിക്കരുത്. ഞങ്ങളുടെ ലൊക്കാലിറ്റി വന്നാൽ ഇതിനെക്കാട്ടി സൗണ്ട് ഇട്ട് നിൻ്റെ ചെവി അടച്ചു വിടാനുള്ള പരിപാടി എനിക്കറിയാം. എൻ്റെ കൈവാക്കിന് നിന്നെ കിട്ടി എന്നെ പൊട്ടിക്കുകയും ചെയ്യും ഞാൻ. ഷെഫീനെയാണ് പറയണത്, ജബ്ബാറിനെയാണ് പറഞ്ഞത്. കൈവാക്കിന് കിട്ടി അതിനെ പൊട്ടിക്കും ഞാൻ, അതിൽ തർക്കമില്ല. അതിനകത്ത് എന്ത് കേസ് വന്നാലും ഷെഫീനെ ഫേസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ലിയാഖത്തലിക്കും. അട്ടി നിനക്ക് കിട്ടും. കാരണം സ്ത്രീകളെ നിൻ്റെ ഉമ്മായ നാട്ടുകാർ വിളിക്കുന്നത് നീ എന്നെ വിളിക്കണ്ട.
നിൻ്റെ ഉമ്മായോ നിൻ്റെ വീട്ടിലുള്ള കൊത്തലച്ചിയോ നാട്ടുകാർ വിളിക്കുന്നത് നീ എന്നെ വിളിക്കരുത്, മനസ്സിലായ? ആ വിളി ഞാൻ നിൻ്റെ ഉമ്മാക്കും നിൻ്റെ കൊത്തലച്ചിക്കും ഞാൻ അങ്ങ് തരുന്നു. മാത്രമല്ല നിൻ്റെ മകൾക്കുള്ള മഹറായിട്ട് നീ വെച്ചിരിക്കുന്നത് ഒന്നുകിൽ നീ മകളെ കെട്ടിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്ക്. നിനക്ക് നാണമില്ല, മാനമില്ല, അഭിമാനമില്ല എന്നുള്ളത് വ്യക്തമാണടാ. വല്ലവൻ്റെയും പൈസ നക്കി തിന്നുന്ന നീ വെറും തീട്ടും തീനിയാണടാ. അതെൻ്റെ കയ്യിൽ തെളിവാണ്. നീ ചുറ്റും പിടിക്കേ, ഇനിയും പിടിക്കുക, ആളുകളെ പിടിക്കുക. ഹസൻ എൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹസനെ ഒന്ന് ഒപ്പിക്കാൻ നോക്കി. ഹസൻ നിനക്ക് അണ്ണാക്കി തന്നു. നവാസിക്ക അദ്ദേഹം തരുന്ന നിനക്ക് അണ്ണാക്കിൽ. അത് ഉറപ്പിച്ച കാര്യമാണ്. നീ വിചാരിച്ചാൽ പൂട്ടാൻ പറ്റുന്ന സാധനം എപ്പുറത്ത് നിൽക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഒരു 3rd ക്ലാസ് ഗുണ്ടയാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. നീ നിൻ്റെ ഗുണ്ടകളെ ഇറക്കി അതല്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്താൻ പോകില്ല. നീ 3rd ക്ലാസ് ഗുണ്ടയാണെന്നുള്ളത് വസ്തുതയാണ്. അതിനകത്തൊരു മാറ്റമില്ലടാ. നിനക്ക് ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ ആരിഫിന് പിന്നെയും നിന്നെക്കാട്ടി മാനവികതയുണ്ടെന്ന് പറയും. കുറച്ചുകൂടെ മാനവികമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവൻ പിന്നെയും മാന്യനാണെന്ന് ഞാൻ പറയും. നിന്നെ കമ്പാരിറ്റീവ്ലി, ബാക്കിയുള്ളതല്ല, കമ്പാരിറ്റീവ്ലി അവൻ പിന്നെയും മാന്യനാ. നീ അത്ര പോലും അല്ല തഹറാൻ പറഞ്ഞോല, അത്രത്തോളം കൃമിയാണ് നീ. അതാണ് ഞാൻ എപ്പോഴും ഇസ്ലാം കമ്മ്യൂണിറ്റിയോട് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് കണക്ക് ഇവൻ ഭയങ്കര ഡീസൻ്റ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവനാണ് ഏറ്റവും വലിയ കീടം, ബാക്കിയുള്ളവർ ആരുമല്ല. ഇവൻ എന്തോ ഭയങ്കര സാധുവാണെന്ന് അവൻ പൊതുസമൂഹത്തിനൊരു ഇമ്പാക്റ്റ് കൊടുത്തിട്ട് ഇവൻ ചെയ്യുന്ന വൃത്തികേട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് എപ്പോഴെങ്കിലും എന്നെങ്കിലും അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഉണ്ടാകും. കട്ടും മോട്ടിച്ച് നക്കിയും ജീവിച്ചവൻ എന്നും അങ്ങനെ ജീവിക്കുള്ളൂ, മാറില്ല. അവനെയൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇസ്ലാമിനെ നീ ഉണ്ടാക്കണ്ട. നീ ഇസ്ലാം വിട്ടുപോയതല്ലേ, നിന്നെ പുറത്താക്കിയതല്ലേ. നിന്നെയും നിൻ്റെ കൊത്തലച്ചിയുടെയും കുടുംബത്തിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയിട്ടേ ഷെഫീന അടങ്ങിയിരിക്കുള്ളൂ. നീ അങ്ങനെ ഇപ്പോൾ അതും കൊണ്ടുണ്ടാക്കണ്ട. നിൻ്റെ ജമാഅത്ത് നീ ചത്ത ഏത് പള്ളിയിൽ കുഴിച്ചിരുന്നു അവിടെ സമരം ചെയ്യും. ഞാൻ സമ്മതിക്കില്ല നിൻ്റെ ശവം അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടാനായിട്ട്. നിൻ്റെ ശവം പട്ടികൾ തിന്നും, അല്ലെങ്കിൽ പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി തീയെത്തിച്ച് കളയും. അല്ലാതെ ഒരിടത്തും കൊണ്ടുവന്ന് കുഴിച്ചിടാൻ സമ്മതിക്കത്തില്ലടാ. അത് ചെക്ക് തന്നെയാണ്, അത് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ്. അങ്ങനെ ഇസ്ലാമിനെ അവഹേളിച്ചിട്ട് പിന്നെ ഞങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്ന പള്ളിക്കാട്ടിലോ നീയൊക്കെ കിടക്കണ്ട. അതൊക്കെ നീ പോയി ഏതെങ്കിലും പട്ടിക്കാട്ടിലോ അല്ലെങ്കിൽ പട്ടിക്കൂട്ടിലോ ഒക്കെ പോയി കിടക്ക്. അത്രയേ ഉള്ളൂ. എൻ്റെ തീരുമാനം അത്രയേ ഉള്ളൂ. അത് ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഞാൻ അതിന് ചെയ്യാവുന്ന മാക്സിമം ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. മതം വേണ്ടല്ല, പിന്നെന്തിനാ പള്ളി, പിന്നെന്തിനാ പള്ളിക്കാട്? അതെന്തൊരു കൊണയാണടാ. പേരും അത് തന്നെ വേണം. ഇസ്ലാം വേണ്ട, ഇസ്ലാം കുഴപ്പം. നീ പറഞ്ഞതിൽ എന്ത് ശരിയുണ്ടെന്നാണ്? നീ പറഞ്ഞതിൽ ഏറ്റവും വലിയ തെറ്റെന്നറിയാമോ? ഇസ്ലാമിൽ ഉള്ളവരെല്ലാം തന്നെ ആളുകളെ കൊല്ലും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ഉമ്മത്തിനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ ചാവാത്ത എന്ത്? ചത്തൂടെ, സ്വയം കയറി ചത്തൂടെ? നീയൊക്കെ ഉണ്ടല്ല, ഈ കൊറോണ വന്നാൽ പോലും ചാവത്തില്ല. അമ്മാതിരിയുള്ള കൃമിയാണ് നീയൊക്കെ. അതിനപ്പുറം ഒന്നും പറയാനില്ലടാ. ഒരുപാട് പറയാനൊക്കെ ആണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഏതായാലും നവാസൊക്കെ പൊളിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പോയി ചാവലേ, ഇങ്ങനെ ചുറ്റും കിടന്ന് ഓടിയിട്ട് പിടിക്കാതെ. ഷെഫീന ആരാണെന്ന്, ഷെഫീന എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ? ഇനിയും കൂടുതൽ മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ ഇനി പ്രോഗ്രാം അവതരിപ്പിക്കുക, അവിടെ ഉണ്ടാവും ഞാൻ. കായും പായും മൂയും ഒക്കെ പറയണത് നിൻ്റെ ഉമ്മയാണ്, ഞാനല്ല.